മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ എത്തിയത്. പ്രധാനപ്പെട്ട കേന്ദ്ര മന്ത്രിമാരെയൊക്കെ കാണണം, പ്രധാനമന്ത്രിയെ കാണണം, കേരളത്തിലെ വിഷമതകൾ പറയണം. ഇതായിരുന്നു ലക്ഷ്യം. എന്തായാലും പ്രധാനമന്ത്രിയെയും ഒപ്പം ധനമന്ത്രിയെയും കണ്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണാൻ പദ്ധതിയിട്ടിരുന്നു. പ്രധാനമന്ത്രിയെ കണ്ടതിൽ മുഖ്യമായും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. നിറയെ പദ്ധതികൾ മനസ്സിലുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയുടെ ഭാഗമായി കഥകളിയിലെ കൃഷ്ണവേഷവും മുഖ്യമന്ത്രി സമ്മാനമായി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. സമ്മാനം സമർപ്പിച്ചു, കാര്യങ്ങളിലേക്ക് കടന്നു, വിശദമായി എല്ലാം പറഞ്ഞു. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചെറുതല്ല പറഞ്ഞു തീർക്കാൻ. കാരണം അടുത്ത 2-3 മാസത്തിനുള്ളിൽ വളരെയധികം പൈസയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത്. മെയ് മാസം അവസാനത്തോടെ നല്ലൊരു ശതമാനം ആളുകൾ സർവീസിൽ നിന്ന് പിരിയും. മാത്രവുമല്ല, നേരത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 1-2 കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര, അതുകൂടാതെ വയോജന കമ്മീഷൻ, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും പ്രഖ്യാപിച്ചു. അതിനെല്ലാം ഉപരിയായി സമരം ചെയ്തിരുന്ന ആശാ വർക്കർമാർക്ക് അവരുടെ വേതനം വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഇക്കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള സാമ്പത്തികം അനിവാര്യമാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പ്രധാനമന്ത്രിക്ക് മുന്നിലും ധനമന്ത്രിക്ക് മുന്നിലും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്നാൽ ഈ സാമ്പത്തിക ഞെരുക്കം പിൻവലിക്കുവാൻ എന്തെങ്കിലും തീരുമാനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഇതിലൊരു പ്രതിസന്ധിയുണ്ട്. കിഫ്ബിക്ക് വേണ്ടി കടമെടുത്ത പൈസയും ദേശീയപാത വികസനത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവിട്ട പൈസയുമൊക്കെ കടമെടുക്കുന്ന മൊത്തം തുകയിൽ നിന്നും ഒഴിവാക്കി കിട്ടുമോ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ആവശ്യം. ആ തുക മാത്രം ഒഴിവാക്കി കിട്ടിയാൽ മതിയാകും ഒരു പരിധിവരെ സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. മനഃപൂർവ്വം അല്ല, സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുമല്ല അന്നത്തെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കിഫ്ബി ഫണ്ടും അതുപോലെ തന്നെ ദേശീയപാത വികസനത്തിലുള്ള ഫണ്ടുമൊക്കെ കടമെടുക്കുന്ന പരിധിയിൽ ഉൾപ്പെടുത്തിയത്. അതൊക്കെ ചില രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു, സാമ്പത്തികമായി ഞെരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇത്തവണ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രവുമല്ല, വികസനങ്ങൾ പലതായി പ്രകടന പത്രികയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ UDFും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം പ്രതിമാസം, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതി, അങ്ങനെ തുടങ്ങി ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പേരിൽ തന്നെ നല്ലൊരു തുക പ്രതിമാസവും പ്രതിവർഷവും സംസ്ഥാന സർക്കാരിന് വേണം. ഈ തുകയൊക്കെ കൈയയച്ച് സഹായിക്കേണ്ടത് കേന്ദ്രമാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ സാമ്പത്തികം ലഭിക്കും എന്നുള്ളതൊക്കെ ഒരു പരിധിവരെ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു എന്ന് തന്നെയാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അവസാന ദിവസ സന്ദർശനവും പൂർത്തിയാക്കി അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ ഒരു കാര്യം, ഒന്നിനെക്കുറിച്ചും കൃത്യമായൊരു ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം തൊട്ടു പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നും മുഖ്യമന്ത്രി ജോസഫ് വിജയും എത്തിയിരുന്നു. അദ്ദേഹവും പ്രധാനമന്ത്രിയെ കണ്ടു, അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ അവിടെ സാമ്പത്തികമല്ല പ്രശ്നം, അവിടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിനുള്ളിലെ ചില പ്രശ്നങ്ങളുമൊക്കെയുണ്ട്. എന്തായാലും 2 തെക്കേ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. എന്തായാലും കേരളത്തിന് വേണ്ടത് ഇനി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള സാമ്പത്തികമാണ്. GST വിഹിതം വർദ്ധിപ്പിക്കണം, അതിനെല്ലാം ഉപരിയായി കടമെടുക്കുന്ന തുകയുടെ പരിധി കൂട്ടണം. ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ വിവരങ്ങളൊക്കെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിലും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കാൻ അനുവദിച്ച തുകയുടെ നല്ലൊരു ശതമാനം ഏകദേശം ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ചിലവിടേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആളുകൾക്ക് അവർക്ക് നൽകേണ്ട വിരമിക്കൽ തുക നൽകണം. അതിനെല്ലാം ഉപരിയായി പുതിയ
ഭരണപരമായ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു തുക തന്നെ വേണം. ഇത്തരത്തിൽ ചിലവ് ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് കൂടുതലാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള സഹായം അനിവാര്യമാണ്. എന്തായാലും വലിയ പ്രതീക്ഷകളുമായിട്ടാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അറിയാം എന്തൊക്കെ സഹായമായിരിക്കും പ്രധാനമന്ത്രി അല്ലെങ്കിൽ ധനം വകുപ്പ് സംസ്ഥാനത്തിനായി നൽകുക എന്നുള്ള കാര്യം. എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത്തരം ചർച്ചകൾ കൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമോ? അതല്ല വേണ്ടത്. സാമ്പത്തികമായ പിൻബലം അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം എത്ര കണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വേണ്ടത്.